ഇത് എൽ ഡി എഫിന്റെ ആഭ്യന്തര പ്രശ്നം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ശൂന്യാകാശത്ത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ. ഈ കേരളത്തിലെ ജനങ്ങളോട് വിശ്വാസ്യത പറഞ്ഞ് എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ടല്ലേ ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും അധികാരത്തിൽ വന്നതും. അപ്പോൾ എൽ ഡി എഫിലെ ആഭ്യന്തര പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചുരുക്കി കാണിക്കാൻ പറ്റില്ല. അത് സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. അവർ പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇന്നിപ്പോൾ മുന്നണി കൺവീനർ പറഞ്ഞ ഒക്കെ സെറ്റിൽ ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആർ ജെ ഡിയും സി പി ഐ ഒക്കെ എന്തുകൊണ്ട് അന്ന് ഇവർക്ക് പറഞ്ഞപ്പോൾ ഇവരാരും കേട്ടില്ലേ? അതോ കേട്ടിട്ട് ഇവർ മറന്നുപോയോ? ഇത് എൽ ഡി എഫ് നേതാക്കന്മാർക്ക് അൽഷിമേഴ്സ് ഉണ്ടോ? അങ്ങനെയൊന്നല്ലല്ലോ. അപ്പൊ മുൻപ് മുന്നണിയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയിൽ ഇത് വന്നപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട 4 വകുപ്പുകളുമായിട്ട് കൂടി ആലോചിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള തെളിവുകളാണ്. അങ്ങനെ ഒന്നുമില്ലാതെ ഒരു കമ്പനിക്ക് പ്രത്യേകമായിട്ട് ഇത്ര സ്പീഡിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഇവിടെ പറഞ്ഞ 10 ഘട്ട പരിശോധന നടത്തി 14 മാസം എടുത്ത് നടത്തിയ പ്രാഥമിക ലൈസൻസ് എന്ന നിങ്ങൾ അരുൺകുമാർ അടക്കമുള്ള എൽ ഡി എഫിന്റെ പ്രതിനിധികൾ നിരവധി ചർച്ചകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ പ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രാഥമിക ലൈസൻസ് മാത്രമാണ്, ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നീട് വരുന്ന ഘട്ടത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ അത് പിൻവലിക്കാൻ തയ്യാറാണെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വം തീരുമാനിച്ചത് എന്താ? ഇതുമായി മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫ് ആണ് തീരുമാനിക്കുന്നത്. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ആ കമ്പനിയല്ല തീരുമാനിക്കണം, കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകാൻ. എൽ ഡി എഫ് സർക്കാരിന്റെ മുൻപിൽ വരുന്ന തീരുമാനങ്ങളിൽ അല്ല, ഞാൻ പറയട്ടെ, സർക്കാരിന്റെ മുൻപിൽ വരുന്ന അപേക്ഷയിൽ നിയമപരമായിട്ടുള്ള എന്ത് അനുമതി കൊടുക്കാനും കൊടുത്തു പോവുക, നിയമവിരുദ്ധമായിട്ടുള്ളത് തടഞ്ഞു മുന്നോട്ട് പോവുക. അതാണ് സർക്കാരിന്റെ നയം. അല്ലാതെ കമ്പനി വരുത്തുക എന്നുള്ളത് സർക്കാരിന്റെ നയമാണോ? മദ്യ കമ്പനി വരുത്തുന്നതാണോ സർക്കാരിന്റെ നയം? എങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ആരോപണം. ഈ അനുമതി കൊടുത്ത തീരുമാനം അല്ലാതെ മദ്യ കമ്പനിയുമായി മുന്നോട്ട് പോകാമെന്നല്ല എൽ ഡി എഫ് തീരുമാനമെടുത്തത്. അനുമതി കൊടുത്ത തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകാം, അതിനുള്ള പിന്തുണ എൽ ഡി എഫ് കൊടുക്കും എന്നുള്ളതാണ്. അനുമതി കൊടുത്ത തീരുമാനമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് ലൈസൻസ് കൊടുത്തു, അത് മുന്നോട്ട് പോകുമെന്നല്ലേ? അപ്പൊ പിന്നീട് നാട്ടുകാർക്ക് കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം വന്നാൽ, അല്ലെങ്കിൽ അവിടുത്തെ കർഷകരുടെ പ്രശ്നം, ഇതൊന്നും അഡ്രസ് ചെയ്തുകൊണ്ട് യാതൊരു സമരത്തിനും ഇനി ചെവി കൊടുക്കില്ല എന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ നാട്ടുകാർ വിചാരിക്കണം, എൽ ഡി എഫ് കേരളത്തിലെ ഈ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു, ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, നാളെ നിങ്ങൾ സമരം ചെയ്താൽ നിങ്ങൾ കർഷകരുടെ കുടിവെള്ളം കിട്ടാത്ത ആളുകളുടെ വിലാപങ്ങൾക്ക് ഈ സർക്കാർ ചെവി കൊടുക്കാൻ പോകുന്നില്ല. ഈ കമ്പനിക്ക് കൊടുത്ത ലൈസൻസ് പ്രാഥമിക ലൈസൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, മാധു ഒരു കാര്യം ചോദിക്കട്ടെ, പാലക്കാട് ജില്ലയിലെ വിക്ടോറിയ കോളേജിൽ ലേഡീസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ആഴ്ച അടച്ചുപൂട്ടിയില്ല. എന്തിന്റെ പേരിലാണെന്നറിയോ? കുടിവെള്ളം കിട്ടാനിട്ട്. ഒരു കോളേജിലെ മികവിന്റെ കേന്ദ്രമാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു സർക്കാർ കലാലയത്തിലെ വനിതാ ഹോസ്റ്റലിൽ വെള്ളമില്ലാതെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ മദ്യ കമ്പനിക്ക് വാട്ടർ അതോറിറ്റി വഴി വെള്ളം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താ? അതുകൂടി ഇവിടെ ചർച്ച ചെയ്യണ്ടേ? അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു കമ്പനി വരുമ്പോൾ അത് കമ്പനിക്ക് വേണ്ടിയിട്ട് PR വർക്ക് നടത്തുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രിയാ. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അഹല്യ ക്യാമ്പസിൽ പോയി പത്രക്കാരെ വിളിച്ചുകൂട്ടി പ്രചരണം നടത്തുന്നു. അത് മന്ത്രി ചെയ്യേണ്ട പണിയാണോ? അത് ഒയാസിസ് കമ്പനിയുടെ PR ചെയ്യേണ്ടതാണ് അല്ലേ? അവരല്ലേ ചെയ്യേണ്ടേ ആ പണി? അത് മന്ത്രിയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ എക്സൈസ് നയങ്ങൾ തീരുമാനിക്കാൻ, എക്സൈസ് വകുപ്പിന്റെ മുമ്പിൽ വരുന്ന ഫയലുകൾ പരിശോധിച്ച് നീതിപൂർവകമായി തീരുമാനമെടുക്കാൻ, അല്ലാതെ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് PR പണിയെടുക്കാനല്ല. അത് ഡിവൈഎഫ്ഐ നേതാവായിരിക്കും അത് ചെയ്യണം. അത് കേരളത്തിൽ ഒരു മന്ത്രി തുടർച്ചയായി അദ്ദേഹത്തിന് ഒരു മറുപടി പറയാനുണ്ടെന്ന് ആവശ്യപ്പെട്ട് തുടർച്ചയായി കയറുന്നതുകൊണ്ടാണ് നോർമലി ശ്രീകൃഷ്ണകുമാറിലേക്കാണ് പോകേണ്ടത്. അരുൺകുമാർ, അങ്ങ് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ചുരുക്കി പറയണേ, മറ്റുള്ളവരുടെ അവസരമാണ്. ഒറ്റ കാര്യമുള്ളൂ, ഈ 16/1/2025 ഈ ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവിൽ പ്രാരംഭ അനുമതി എന്ന് തന്നെയാണ് അതിന്റെ സംഗ്രമത്തിലും അവസാന വാചകം ഞാൻ വായിക്കാം. ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന് പ്രാരംഭ അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു. എല്ലാ SMME പ്രകാരമുള്ള ഇൻഡസ്ട്രി ആരംഭിക്കാൻ, സംരംഭം ആരംഭിക്കാൻ പ്രാഥമിക അനുമതിയാണ് കൊടുക്കുക. 3 വർഷത്തിനുള്ളിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും ഈ കമ്പനികൾ ഹാജരാക്കിയാൽ മതി. അത് ഈ രാജ്യത്തെ നിയമമാണ്, സംസ്ഥാനത്തെ നിയമമാണ്. ആ നിയമപ്രകാരം പോകുമ്പോൾ എല്ലാ അനുമതിയും കൊടുത്തു. ഇനി അതിനെതിരെ ഒരു പ്രതിഷേധവും പറ്റില്ല, ഇനി ഒരു സർട്ടിഫിക്കറ്റും വേണ്ട എന്ന രൂപത്തിലാണോ? തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, ഒരു തരത്തിലുള്ള സംരംഭങ്ങളും പ്രഖ്യാപിക്കപ്പെട്ട് ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. ആ സൈറ്റ് ഒന്ന് നോക്കിയാൽ 3,46,000 നിക്ഷേപങ്ങൾ കാണാം, സംരംഭങ്ങൾ കാണാം. അങ്ങയുടെ മണ്ഡലത്തിലും കാണാം, പറവൂരും കാണാമെന്ന് വ്യവസായ മന്ത്രി പത്രസമ്മേളനം നടത്തി വെബ്സൈറ്റിലൂടെ കാണിച്ചു തന്നപ്പോൾ എങ്കിലും ബോധ്യപ്പെട്ടോ? ഇതൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിയിട്ട് വന്നിട്ടിരിക്കെ പറയുമ്പോഴും വ്യാജ ആരോപണം മറ്റുള്ളവരുടെ അവസരത്തിൽ സമയമെടുത്തു തന്നത് ശ്രീ അരുൺകുമാർ. ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല, ഞാൻ പൂർത്തിയാക്കാം മാധു. ഇപ്പൊ അരുൺകുമാർ പറഞ്ഞ വിഷയത്തിൽ പറയാം, 3 ലക്ഷത്തി എത്രയോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എത്രയോ ആയിരക്കണക്കിന്, 3 ലക്ഷത്തിന് മേലെ എത്രയോ ആയിരങ്ങളും കൂടി വന്നു. കഴിഞ്ഞ ദിവസം വരെ 3 ലക്ഷമായിരുന്നു. ആയിക്കോട്ടെ, 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ
വന്നിരുന്നെങ്കിൽ അവിടെയൊക്കെ തൊഴിലെടുക്കുന്നുണ്ടാവല്ലോ. സംരംഭം തുടങ്ങുന്ന ആൾ അത് പൂട്ടിയിട്ട് വീട്ടിൽ പോകുമല്ലോ. അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾ, എത്ര ആളുകൾക്ക് ആ സംരംഭങ്ങളിൽ തൊഴിൽ കിട്ടി? എത്ര കോടി രൂപ കേരളത്തിന്റെ ഇക്കോണമിയിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു? എത്ര സാമ്പത്തിക ക്രയവിക്രയം നടന്നു? അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ GDP 3.8 സ്റ്റാഗ്നന്റ് ആയിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ 29.1 ആയിട്ട് നിൽക്കുന്നത്? കേരളത്തിലെ ചെറുപ്പക്കാർ അഭ്യസ്തവിദ്യരായിട്ടുള്ളവരുടെ തൊഴിലില്ലായ്മ 29% നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് GDP-യിൽ എന്തുകൊണ്ടാണ് റിഫ്ലക്ട് ചെയ്യാത്തത്? ഇവിടുത്തെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഇക്കോണമിയിൽ സാമ്പത്തിക ക്രയവിക്രയം നടക്കാത്തത്? 3 ലക്ഷം സംരംഭങ്ങളാണ് പറയുന്നത്. 3 ലക്ഷം. അപ്പൊ ഇതൊക്കെ പൊള്ളയായ കണക്കാണ്, ഫാബ്രിക്കേറ്റ് ചെയ്ത കണക്കാണ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിച്ചടക്കിയതാണ്. അത് വിട്ടുപിടിക്കുക. ഇനി ഈ എലപ്പുള്ളിയിലെ മദ്യ കമ്പനി എന്ന് പറഞ്ഞാൽ, ഈ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സാധാരണ കമ്പനി നിങ്ങളുടെ മുമ്പിൽ ലൈസൻസിന് വേണ്ടി വന്നു. നിങ്ങളുടെ മദ്യ നയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വന്ന കമ്പനി അവർ ലൈസൻസിന് അപേക്ഷ കൊടുത്തു, പ്രാഥമിക ലൈസൻസ് കൊടുത്തു, നിങ്ങൾ കമ്പനി ലൈസൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ എന്തിനാണ് അതിന് പ്രചരണം നടത്തുന്നത്? നിങ്ങളുടെ എക്സൈസ് മന്ത്രി എന്തിനാ ഇതിനു വേണ്ടിയിട്ട് PR വർക്ക് നടത്തുന്നത്? പത്രക്കാരെ വിളിക്കുന്നു, അഹല്യ ക്യാമ്പസിൽ പോകുന്നു, കുടിവെള്ള സംഭരണി കാണിക്കുന്നു. നിങ്ങളുടെ പ്രതിനിധികൾ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത് ഇവർ സമ്പൂർണ്ണമായിട്ടും കുടിവെള്ള സംഭരണിയിലൂടെ വെള്ളം കണ്ടെത്തി. ഏത് സംഭരണി? മഴവെള്ള സംഭരണിയിലൂടെ വെള്ളം കണ്ടെത്തി ഈ കമ്പനി പ്രവർത്തിക്കുന്ന. പിന്നെ പറയുന്നു വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്ന്, കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളം കൊടുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആ പാലക്കാട് വിക്ടോറിയ കോളേജിൽ കൊടുക്കണം, എലപ്പള്ളി പഞ്ചായത്തിൽ കുടിക്കാൻ വെള്ളമില്ലാത്ത മനുഷ്യർക്ക് കൊടുക്കണം, കൃഷിക്ക് യോഗ്യമായിട്ടുള്ള വെള്ളമില്ലാത്ത ആളുകൾക്ക് കൊടുക്കണം. കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ശരി.